ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് ചെമ്പനീർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ വർഷയ്ക്ക് സുഖമില്ലാതിരിക്കുമല്ലോ, പനിയൊക്കെ ആകുമ്പോൾ വർഷയ്ക്ക് രാവിലെ ജോലിക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ശ്രീകാന്തിൻ്റെ അടുത്ത് ഇവിടെ ഇരിക്കാൻ പറയും. ശ്രീകാന്തിന് ഇഷ്ടമുണ്ട് അവിടെ ഇരിക്കാം, പക്ഷേ ജോലി പ്രിയ വിളിക്കുന്നത് കാരണം ശ്രീകാന്തിന് പോകേണ്ടി വരുന്നു. ശ്രീകാന്ത് വർഷയെ കെയർ ചെയ്യുന്നില്ലെന്നുള്ളൊരു കുഞ്ഞു സങ്കടത്തിൻ്റെ പേരിൽ വർഷ പെട്ടിയൊക്കെ എടുത്തങ്ങ് വീട്ടിലോട്ട് പോവുകയാണ്. ചന്ദ്രമതി തടഞ്ഞതിന് ശേഷവും വർഷ നിൽക്കത്തില്ല. രേവതിയും പറയുന്നുണ്ട്, മോളെ പോവരുത്, നിന്നെ ഞാൻ നോക്കാം, ശ്രീകാന്ത് എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയെന്നൊക്കെ പറയുമ്പോൾ വേണ്ട ചേച്ചി, ശ്രീകാന്ത് പറഞ്ഞില്ലെങ്കിലും ചേച്ചി എന്നെ നോക്കത്തില്ലയോ? സച്ചേട്ടൻ ചേച്ചിക്ക് സുഖമില്ലായിരുന്നപ്പം ചേച്ചിയുടെ കൂടെ എത്ര ദിവസം ജോലിക്ക് പോവാതെ ചേച്ചിയുടെ കൂടെ ഇരുന്ന് പൂവിക്കാൻ നേരത്തും ചേച്ചിയുടെ കൂടെ വന്നു. നിങ്ങൾ തമ്മിൽ ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചതില്ലേ? ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് ഞങ്ങൾ തമ്മിൽ എന്താ ഇങ്ങനെ ആയെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അത്യാവശ്യമായിട്ടില്ലേ അവൻ പോയത്, മോള് പോകരുതെന്നൊക്കെ പറയും. കേൾക്കാതെ വർഷ വീട്ടിലോട്ട് പോവുകയാണ്. അതിനുശേഷം ചന്ദ്രമതി ശ്രീകാന്തിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോഴും പറയുന്നുണ്ട്, അവൾ അഹങ്കാരം കൂടി ഇറങ്ങി പോയതില്ലേ, നീ അവളെ വിളിക്കാനൊന്നും പോകണ്ടെന്ന് പറയും. അപ്പം ശ്രീകാന്ത് പറയുന്നുണ്ട്, അമ്മേ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവളെയും കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയുമ്പം അതിനെ ചന്ദ്രമതി എതിർക്കും. അവൾക്ക് തന്നിഷ്ടമില്ലേ, തന്നിഷ്ടത്തിന് പോയവൾ സ്വന്തമായിട്ട് തിരിച്ചു വരട്ടെ, നീ അവളെ വിളിക്കാൻ പോയാൽ നിൻ്റെ വില പോകുമെന്നൊക്കെ പറയും. എങ്കിലും ശ്രീകാന്തിന് ഭയങ്കര വിഷമമുണ്ട് വർഷ ഇറങ്ങിപ്പോയതിന്. കുറച്ച് കഴിയുമ്പം സച്ചി രേവതിയോട് പറയും, നീ ഒരു കാര്യം ചെയ്യ്, ശ്രീകാന്തിനെ വിളിച്ച് സംസാരിക്കാമെന്ന് പറയും. അങ്ങനെ രേവതി ശ്രീകാന്തിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. വർഷ പോയത് ചെറിയൊരു വിഷമത്തിൻ്റെ പുറത്ത് പോയതാണ് ശ്രീകാന്ത് ജോലി കഴിഞ്ഞ് വരുമ്പം വർഷയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാവുള്ളെന്ന് പറയും. അല്ലെങ്കിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെയും അവരെഴുതിയിൽ എണ്ണ കോരി ഒഴിച്ച് പിന്നെയും ജീവിതം രണ്ടാക്കിയെടുക്കും. കാരണം മഹിമയ്ക്കും മധുസൂദനൊന്നും ഇഷ്ടമല്ലല്ലോ ഈ ബന്ധം. അതുകൊണ്ട് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ അവരോരോന്ന് പറഞ്ഞ് പിന്നെയും പ്രശ്നങ്ങൾ വഷളാക്കും. അതറിയാവുന്ന രേവതി മുൻകൂട്ടി പറയും, നീ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറയും. അങ്ങനെ ചേട്ടത്തിയെ അമ്മയുടെ വാക്കിന് പോലും കേൾക്കുന്നത് കൊണ്ട് ശ്രീകാന്ത് ജോലി കഴിഞ്ഞ് നേരെ വർഷയുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. വർഷ ഇങ്ങനെ സെറ്റിയിൽ ചാരി കിടക്കുമ്പോഴത്തേക്ക് വർഷയുടെ നെറ്റിയിലൊക്കെ ഇങ്ങനെ ചൂടൊക്കെ ഉണ്ടോ നോക്കുമ്പോൾ വർഷ പെട്ടെന്ന് ഞെട്ടുകയാണ്. അപ്പോഴത്തേക്ക് വർഷയ്ക്ക് സന്തോഷമാവും. നീ എന്നോട് ക്ഷമിക്കും വർഷ എന്നൊക്കെ പറഞ്ഞ് വർഷയെ സോപ്പിട്ട് വർഷയുടെ കാലൊക്കെ പിടിക്കും. അപ്പോഴത്തേക്ക് വർഷയ്ക്ക് ശ്രീകാന്തിനോട് അധികം നേരം പിണങ്ങിയിരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അങ്ങനെ വർഷയുടെ പിണക്കമൊക്കെ തീർത്ത് രണ്ടുപേരും തമ്മിൽ തിരിച്ച് ചന്ദ്രോദയത്തിലോട്ട് വരികയാണ്. ശ്രീകാന്ത് ഒറ്റയ്ക്കാണ് വരുന്നതെന്നൊക്കെ കരുതി ചന്ദ്രമതി ഇങ്ങനെ ഹോളിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് വർഷയും കൂട്ടിക്കൊണ്ട് വരുന്ന ശ്രീകാന്തിനെ കാണുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി അങ്ങ് ഞെട്ടുകയാണ്. ഇവൻ ഇവളെ കൂട്ടിക്കൊണ്ട് വന്നു എന്നുള്ളൊരു നോട്ടമാണ് ചന്ദ്രമതിയുടെ മുഖത്ത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ചന്ദ്രമതി കരുതിയത് 2-3 ദിവസത്തേക്ക് വർഷ ഇവിടെ കാണത്തില്ല. കാരണം ചന്ദ്രമതി എന്ത് പറഞ്ഞാലും അതിന് ഓപ്പോസിറ്റാണല്ലോ വർഷ പറയുന്നത്. അപ്പം ഇനി അതിനുശേഷം എന്താണ് ചന്ദ്രോദയത്തിൽ സംഭവിക്കുക എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ കഥ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. നന്ദി.